കൺഫെഷൻ റൂമിലെ നിലവിളികൾക്കും പദം പെറുക്കലിനും ശേഷം കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോയ റോക്കിയെ ബിഗ് ബോസ് വിളിച്ചുണർത്തി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കിവിടെ തുടരാനാവില്ല. ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പുകളും കൂടാതെ ഇവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ അധികൃതർ നിങ്ങളെ അറിയിക്കും. ഇടതുവശത്ത് കാണുന്ന വാതിലിലൂടെ പുറത്തേക്ക് വരിക. ഇത് കേട്ട നിമിഷം തന്നെ റോക്കി തൊഴുകൈകളോടുകൂടി എഴുന്നേറ്റ് ഇടതുവശത്തേക്ക് നടക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ തന്റെ അരികിലേക്ക് വന്ന് കറുത്ത തുണി കൊണ്ട് തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി വാതിൽ തുറന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. വളരെ വളരെ നിരാശാജനകം, വളരെ ദാരുണമായൊരു സംഭവം. ബിഗ് ബോസ് മലയാളം സീസൺ 6 മുന്നിലേക്കുള്ള ഓരോ ദിനരാത്രങ്ങളിലും അതിശക്തമായി മത്സരിച്ച് മുന്നേറുകയും പ്രേക്ഷക സമൂഹത്തിന് ധാരാളം കോണ്ടന്റുകൾ വാരി വിതറിക്കൊടുക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ശക്തനായൊരു മത്സരാർത്ഥി നിസ്സാര നിമിഷത്തിലെ പ്രകോപനത്തിന്റെ മുമ്പിൽ തളർന്നു വീണ് നിറകണ്ണുകളോടുകൂടി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ദയനീയമായി നോക്കിക്കാണേണ്ടി വരുന്നത്. അതെ, സിജു മാപ്പ് കൊടുക്കാൻ തയ്യാറായാലും മടക്കി വിളിക്കാൻ തയ്യാറായാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ചു പറയാൻ തയ്യാറായാലും റോക്കിയെ ഇനി അതിനകത്ത് നിർത്തുവാൻ ബിഗ് ബോസിന് കഴിയില്ല. കാരണം റോക്കി അപകടകാരിയാണ്. റോക്കിയെ എന്ത് വിശ്വസിച്ചുകൊണ്ട് അയാളുടെ കൂടെ മറ്റുള്ളവർക്ക് നിൽക്കുവാൻ കഴിയും? ഇനിയും സമാനമായ സാഹചര്യങ്ങൾ മുൻപിൽ വന്നുപെട്ടാൽ റോക്കി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഓരോ മത്സരാർത്ഥികളുടെയും ഉള്ളിൽ ആശങ്കയുണ്ട്. എല്ലാത്തിനും ഒടുവിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും 6 വർഷത്തെ കാത്തിരിപ്പ്, സ്വപ്നങ്ങൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കി വിട പറഞ്ഞിരിക്കുന്നു റോക്കി.